ഹായ് ഫ്രണ്ട്സ്, സുപ്രീം കോടതിയുടെ പുതിയ തെരുവ് നായ്ക്കൾക്കെതിരെയുള്ള വിധിയെക്കുറിച്ച് നമുക്ക് ഒരല്പം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വർഷത്തിൽ 3-4 തവണ സുപ്രീം കോടതി ജഡ്ജിമാർ വന്ന് തെരുവ് നായ്ക്കൾക്കെതിരായിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ അവരതൊന്നും അറിയുന്നില്ല. കാരണം വിധി പറയുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ആത്യന്തിക ഫലം അനുഭവിക്കുന്നതാകട്ടെ തെരുവിൽ പാവപ്പെട്ട മൃഗങ്ങളും മൃഗസ്നേഹികളായ കുറച്ച് മനുഷ്യന്മാരുമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർക്കും ഹൈക്കോടതി ജഡ്ജിമാർക്കും ഒക്കെ വൈറലാകാൻ പറ്റിയത് തെരുവ് നായ്ക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വിധി പ്രഖ്യാപിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഒരു ഫാഷനായി ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു വിധി കഴിഞ്ഞ് ഒരു അല്പം ശാന്തമായി വരുന്നു. അതിൻ്റെ പിന്നാലെ എന്തിനാണ് ഇങ്ങനെ ഒരു വിധി? ഓരോ വിധി വരുമ്പോഴും ആളുകൾ അത് കേൾക്കേണ്ട താമസം. വടിയും കമ്പും എടുത്തുകൊണ്ട് തെരുവ് നായ്ക്കളെ പച്ചയ്ക്ക് അടിച്ചു കൊല്ലുന്നു. ഇൻസ്റ്റഗ്രാമോ മീഡിയസോ ഒന്നും തുറക്കാൻ വയ്യ. എല്ലാത്തിലും നായ്ക്കളെ കെട്ടിത്തൂക്കുന്നു, അടിച്ചു കൊല്ലുന്നു. കണ്ട് മനുഷ്യന് ഭ്രാന്തായി. ഈ സുപ്രീം കോടതിക്ക് പട്ടിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, മനുഷ്യനെക്കുറിച്ച് ചിന്തയില്ലേ എന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം ദിവസവും ഏതെങ്കിലും ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഒരു വെള്ളമടിക്കാരൻ ഒരു പെൺകുട്ടിയുടെ പുറകെ പ്രേമമായിട്ട് നടന്ന് അവളത് നിരസിക്കുകയാണെങ്കിൽ അവളെ കൊല്ലുന്നു. പിന്നെ പുരുഷന്മാർക്ക് ഒരു ചെറിയ ശത്രുത ഉണ്ടെങ്കിൽ ശത്രുതയുള്ള പുരുഷനെ റോഡിലിട്ട് പച്ചയ്ക്ക് വെട്ടിയും അടിച്ചും കൊല്ലുന്നു. ഭർത്താവ് ഭാര്യയെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു, കത്തിച്ചു കൊല്ലുന്നു. ഇങ്ങനെ എങ്ങനെ മീഡിയ തുറന്നു നോക്കിയാലും നല്ലതല്ലാത്ത എല്ലാം ക്രൈം നിറഞ്ഞ ന്യൂസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് പോലും വീട്ടിൽ ഭദ്രമായിട്ടോ സുരക്ഷിതമായിട്ടോ ഇരിക്കാൻ പറ്റാതെ നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഹസ്ബൻഡിന് ഭാര്യയെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകാൻ വയ്യ, അച്ഛനും അമ്മയ്ക്കും മക്കളെ വീട്ടിലാക്കിയിട്ട് പുറത്തു പോകാൻ വയ്യ. അങ്ങനെ പേടിച്ചരണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സമൂഹം ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും സുപ്രീം കോടതിക്ക് ചിന്തിക്കാൻ ഇതിലൊന്നും ഒരു കാര്യമില്ല. പാവപ്പെട്ട തെരുവ് മൃഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനേ നേരമുള്ളൂ. ഈ മനുഷ്യൻ അടിച്ചും പച്ചയ്ക്കും കത്തിച്ചും വെട്ടിയും കുത്തിയും കൊന്ന കണക്കിനെ അപേക്ഷിച്ച് നോക്കുന്നെങ്കിൽ തെരുവ് പട്ടി ആരെയും റേപ്പ് ചെയ്തിട്ടില്ല, തെരുവ് പട്ടി ആരെയും അടിച്ചും കൊന്നിട്ടില്ല പച്ചയ്ക്ക്. മനുഷ്യൻ്റെ സ്വാഭാവിക വികാരമായ ദേഷ്യം പ്രതികാരമായിട്ട് കൊല്ലുമ്പോൾ നായയ്ക്ക് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രതികരണമാണ് കുരയോ കടിയോ. അതിനെ ഇത്രയും വലിയ വിഷയമാക്കി എടുക്കുന്നു. അപ്പോൾ മനുഷ്യനാൽ കൊല്ലപ്പെടുന്ന മനുഷ്യന്മാരുടെ ജീവൻ ഇവിടെ വിലയില്ലേ? നായ കടിച്ചു വർഷത്തിൽ 1-2 മരണം അല്ലെങ്കിൽ 5-10 മരണം. അതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ് മനുഷ്യനാൽ കൊല്ലപ്പെടുന്നത്. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ളത്. എന്നിട്ടും തെരുവ് നായ്ക്കൾക്കെതിരായിട്ട് മാത്രം ഇങ്ങനെ നിയമം ഇങ്ങനെ അടിക്കടി ഇങ്ങനെ പ്രസ്താവന വിധി ഇട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ നേരമുള്ളൂ. സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അല്ലെങ്കിൽ പുരുഷന്മാർക്ക്, കുട്ടികൾക്ക്, വൃദ്ധർക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ സുപ്രീം കോടതി ആദ്യം ഒരവസ്ഥ ഉണ്ടാക്കുക. അതിനുശേഷം തെരുവ് പട്ടിയുടെ കാര്യം അന്വേഷിക്കാം. മനുഷ്യന്മാർക്ക് ഇവിടെ സ്വസ്ഥതയില്ല, ജോലിയില്ല, പിടിച്ചുപറി, മോഷണം, ഒരു കഴുത്തിലൊരു ചെറിയ പൊട്ടുമാല പോലും ഇട്ട് വെളിയിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ, അത് പിടിച്ചു പറിക്കുന്നു. ഈ കള്ളന്മാരെ എല്ലാം കൊണ്ടുപോയി ജയിലിൽ പാവപ്പെട്ട ജനങ്ങളുടെ ടാക്സ് കൊടുത്ത് സുഖജീവിതം കൊടുത്തിട്ട്, വ്യഭിചാരി സ്ത്രീകളെയും എല്ലാം ജയിലിൽ കൊണ്ടുപോയി സുഖജീവിതം കൊടുത്തിട്ട് പാവപ്പെട്ട, അതായത് സ്വന്തം വയറ് ചുരുക്കി സമൂഹത്തിൽ മിണ്ടാപ്രാണിയൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ സുപ്രീം കോടതിയുടെ ഈ വിധിക്ക് പിന്നാലെ വേട്ടയാടപ്പെടുന്നത് എന്നെപ്പോലുള്ള മൃഗസ്നേഹികളെയാണ്. ഞങ്ങൾ കഴുത്തിൽ ഒരു തരി പൊന്നു പോലും ഇല്ലാതെ ഇതെല്ലാം വിറ്റ് തെരുവ് നായ്ക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അവയുടെ ജീവിതം പിടിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെ ഒരു വിധത്തിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളെപ്പോലുള്ള മൃഗസ്നേഹികളാണ്. അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി ജഡ്ജിമാർ വിധിയും പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോകും. അതിൻ്റെ പിന്നാലെ മൃഗസ്നേഹികൾ തെരുവിൽ സാമൂഹ്യ ദ്രോഹികളാൽ പിച്ച് ചീന്തപ്പെടുകയാണ്. എന്നെപ്പോലെ ഏതെങ്കിലും തെരുവ് മൃഗങ്ങളെ എടുത്ത് വീട്ടിൽ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കുന്ന ആൾക്കാരെ പഞ്ചായത്ത്, ഹെൽത്ത്, പോലീസ്, വെറ്റിനറി ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും വീടുകൾ കയറി വേട്ടയാടുകയാണ്. അല്ല എങ്കിൽ സുപ്രീം കോടതി മൃഗങ്ങൾക്കുള്ള ഫണ്ട് മുഴുവൻ നായപ്രേമികൾക്കും അവരെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്കും മാത്രമായിട്ട് അത് നീക്കിവെക്കുക. അവരുടെ കൈകളിൽ തന്നെ ഈ ഫണ്ട് എത്തിച്ചേരുവാനും അവർ തെരുമൃഗങ്ങൾക്ക് വേണ്ടത് ചെയ്യാനുള്ള പദ്ധതി ആദ്യം സുപ്രീം കോടതി അതിൻ്റെ പ്രഖ്യാപനം നടത്തുക. അത് മൊത്തം കള്ളന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർക്കൊരു നേരത്തെ അന്നം സ്വന്തം വയറു ചുരുക്കി കൊടുക്കുന്ന ഈ റെസ്ക്യൂവേഴ്സുമാരെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അല്ലെങ്കിൽ തെരുവ് മൃഗങ്ങളെ വീടുകളിൽ പാർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടുന്ന സുരക്ഷ കൊടുക്കുക. അവരുടെ വീട്ടിലുള്ള അനാവശ്യമായ ഹെൽത്തുകാരുടെയും പോലീസുകാരുടെയും ഇടപെടൽ, പഞ്ചായത്തുകാരുടെയൊക്കെ ഇടപെടൽ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ മൃഗസ്നേഹികളായ എല്ലാവരും 5-10 പട്ടികൾ അവരുടെ വീടുകളിൽ എടുത്തു കൊണ്ടുപോയി വളർത്തും, സംരക്ഷിക്കും. ഈ ചുമ്മാ കള്ളപ്പരാതികളും കൊടുത്ത് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് തെരുവിൽ നിന്ന് പട്ടിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകാർ ഇത്രയും പട്ടികളെ എടുത്ത് സുഖമായിട്ട് ഭക്ഷണവും കൊടുത്ത് താമസവും കൊടുത്ത് നോക്കുമെന്ന് സുപ്രീം കോടതി വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അവരെ കൊന്നു തള്ളാനുള്ള മൗനാനുവാദം തന്നെയല്ലേ സുപ്രീം കോടതി കൊടുക്കുന്നത്? ഈ ചെയ്യരുതെന്ന് പറഞ്ഞാലും സുപ്രീം കോടതി വിധി വന്നാൽ പിറ്റേ സെക്കൻഡ് മുതൽ അവരെ കൊല്ലാൻ ആരംഭിക്കുകയാണ്. പഞ്ചായത്തിന് ഇത്രയും പേരെ പാർപ്പിക്കാനുള്ള എവിടെയാണ് സൗകര്യം, എവിടെയാണ് സ്ഥല സൗകര്യം, എവിടെയാണ് അതിനുള്ള ഫണ്ട്?
ആഹാരം കൊടുത്ത് എത്രയോ വിധികൾ സുപ്രീം കോടതി ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചു. എവിടെ ഓരോ പഞ്ചായത്തിൽ ഒരു ഷെൽട്ടർ പോലും ഇല്ല. എല്ലാം സാധാരണക്കാരായ എന്നെപ്പോലുള്ള മൃഗസ്നേഹികൾ മാത്രമാണ് ഷെൽട്ടർ നടത്തുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഫണ്ട് കൃത്യമായി മൃഗസ്നേഹികളിലാണ് എത്തിച്ചേരേണ്ടത്. അതിനുള്ള നിയമം സുപ്രീം കോടതി ആദ്യം പുറപ്പെടുവിക്കും. മൃഗസ്നേഹികളെ റെസ്ക്യൂവേഴ്സിനെ അനിമൽ ആക്ടിവിസ്റ്റുമാരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഫണ്ടും അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും കൊടുത്താൽ, അവർക്ക് ഒരു ലൈസൻസ്, പഞ്ചായത്തിൻ്റെ ലൈസൻസുകാർ എന്നുള്ള ഒരു നിബന്ധന മാറ്റി അവർക്ക് തെരുവ് മൃഗങ്ങളെ എടുത്ത് സംരക്ഷിക്കാനുള്ള സഹായവും സേവനങ്ങളും കൊടുത്താൽ അവർ തന്നെ ഈ തെരുവ് മൃഗങ്ങളെ റോഡിൽ നിന്ന് വീടുകളിലാക്കിക്കോളും. ആരെങ്കിലും രണ്ടെണ്ണം എടുത്ത് വളർത്തുന്നെങ്കിൽ അവരെ മെക്കിട്ട് കയറുന്ന ഈ സമ്പ്രദായം സുപ്രീം കോടതി ആദ്യം അവസാനിപ്പിക്കുക. അതിനെതിരെ ഒരു വിധി പ്രഖ്യാപിക്കുക. ഈ തൊട്ടതിനും പിടിച്ചതിനും പാവം മിണ്ടാപ്രാണിയുടെ പുറത്ത് മാത്രം കയറി മേയുന്ന എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇതിനെ കൊല്ലാൻ ഓരോ വിധി വരുമ്പോഴും 10,000-കണക്കിന് നായ്ക്കളും പൂച്ചകളും ആളുകളുടെ കൈകൊണ്ട് മരണപ്പെടുന്നു. അതിനൊന്നും എത്രയോ റെസ്ക്യൂവേഴ്സുമാരെ റോഡിലിട്ട് മർദ്ദിക്കുന്നു, അവരെ ചീത്ത വിളിക്കുന്നു, അസഭ്യം പറയുന്നു. ഇതൊന്നും വിധി പറയുന്ന ജഡ്ജി ഇതിൻ്റെ പരിണിത ഫലങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. അപ്പോൾ അതിന് ഞങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങൾ ആരോട് പോയി പരാതി പറയും? അതിനൊരു പരിഹാരം ആദ്യം കാണും. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫണ്ടും പുനരധിവസിപ്പിക്കാനുള്ള ഇതും ആരെ കയ്യിൽ ഏൽപ്പിക്കണം? കള്ളന്മാരുടെ കൈ താക്കോല് കൊടുക്കുന്നതിന് തുല്യമാണ് സുപ്രീം കോടതിയിലെ ഈ വിധി. മൃഗസ്നേഹികളായവരുടെ കയ്യിൽ അവരെ ഷെൽട്ടർ കെട്ടി, മൃഗസ്നേഹികളായവർക്ക് ഒരു ജോലിയാവട്ടെ. മൃഗസ്നേഹികളായ എന്നെപ്പോലെ മൃഗങ്ങളെ നോക്കുന്നവർക്ക് നമുക്ക് സ്വന്തമായൊരു കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ നോക്കാനും അവരെ ഷെൽട്ടർ പരിചരിക്കാനും മൃഗസ്നേഹികൾക്കൊരു ജോലി കൊടുക്കൂ. അത് ഒരു തസ്തികയായിട്ട് അങ്ങനെ കൊടുത്താൽ തെരുവ് മൃഗങ്ങളുടെ ശല്യവും കുറയും, മൃഗസ്നേഹികൾക്ക് ഒരു ജോലിയുമാവും. അത് എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു സഹായവും. അല്ലാതെ മൃഗങ്ങളോട് ഒട്ടും സ്നേഹമോ അൻപോ ഇല്ലാത്ത പഞ്ചായത്തുകാരടുത്ത് ഈ മൃഗങ്ങളെ മൊത്തവും ഒരു ഷെൽട്ടർ ഉണ്ടാക്കി പാർപ്പിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ അവരതെങ്ങനെ ചെയ്യും? അവരെവിടെയെങ്കിലും കുഴി കൊണ്ടുപോയി അതിനെ കുഴിച്ചു മൂടി കൊല്ലുകയുള്ളൂ. അപ്പോൾ ഈ വിധി ഇങ്ങനെ വർഷത്തിൽ 4-5 തവണ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന സുപ്രീം കോടതിയിലെ ഇതുപോലെയുള്ള വിധികൾ ആർക്കോ വേണ്ടി ഇരുന്ന് വിധി പ്രഖ്യാപിക്കും പോലെ, അല്ലെങ്കിൽ മൃഗവിരോധികൾക്ക് വേണ്ടിയാണ് സുപ്രീം കോടതി ഇങ്ങനെയുള്ള വിധികൾ അടിക്കടിക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങളുടേതായ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആർക്കും ഒരു സുരക്ഷിതത്വവും ഇല്ല ഈ ലോകത്ത്. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. എല്ലാവർക്കും ചിന്തിക്കാൻ ഒരേ ഒരു വിഷയമുള്ളൂ: തെരുവ് നായ്ക്ക് മാത്രം അതിൻ്റെ സ്വാഭാവിക വികാരം പ്രകടിപ്പിച്ചുകൂടാ. മനുഷ്യൻ അവൻ്റെ വികാരം മുഴുവൻ മനുഷ്യനെ കൊന്നും അടിച്ചും തിന്നും എല്ലാം പ്രകടിപ്പിക്കാം. ഇതെന്ത് നിയമം? എല്ലാവർക്കും ഇവിടെ നിയമം തുല്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് നിയമമെന്ന് മനസ്സിലാവുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുന്നു, സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇത് ആരെങ്കിലും ഈ നിയമം കയ്യിലെടുത്താൽ, ഒരു വ്യക്തി ഒരു മിണ്ടാപ്രാണിയെ ഒരു അകാരണമായി തെരുവിൽ അടിച്ചു കൊന്നാൽ അവനെയും അതുപോലെ അടിച്ചു കൊല്ലാൻ, അല്ലെങ്കിൽ അവനെയും അതുപോലെ പൊതുജനത്തിന് കൈകാര്യം ചെയ്യാൻ സുപ്രീം കോടതി അനുവാദം കൊടുക്കണം. അല്ലാത്ത ഒരുത്തനും മൃഗങ്ങളെ തെരുവിൽ അടിച്ചു കൊല്ലാൻ ഒരു സുപ്രീം കോടതി മൗനാനുവാദം കൊടുക്കുകയാണ്. കാരണം എത്രയോ അടിച്ചു കൊന്ന ആർക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല ഇതുവരെ. ആരും ജയിൽ ശിക്ഷ അനുഭവിച്ചതായിട്ടും അറിയില്ല. അല്ല എങ്കിൽ അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ നടപ്പാക്കണമെന്ന് പറഞ്ഞാലും ഒരു വിധി വന്നാൽ ജനങ്ങളാണ് ആദ്യം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നടപ്പാക്കുന്നവർക്കെതിരെ കർശനമായ ഒന്നുകിൽ അവരെ തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ അവരെ അതുപോലെ ജനങ്ങൾക്ക് അടിച്ചു കൊല്ലാൻ വിട്ടുകൊടുക്കുക. ഇങ്ങനെ ഒരു നിയമം കൂടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള വിധികൾ പ്രസ്താവിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള പാവ റെസ്ക്യൂവേഴ്സുമാർ റോഡിൽ കിടന്ന് ഈ സാമൂഹ്യ ദ്രോഹിയുടെ അടി കൊണ്ട് ചാവും. ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ വിശപ്പിനുള്ള ആഹാരം കൊടുത്താൽ റോഡിലിട്ട് മൃഗസ്നേഹികളെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ കൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്തിനാണെങ്കിൽ അടിക്കടിക്ക് ഈ മൃഗസ്നേഹിക്ക് വേറെ ഒരു ജോലിക്കും പോകണ്ടേ? എന്നും ഇങ്ങനെ ഇവരുടെ പിറകെ ഇങ്ങനെ ഓരോ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ട് നടന്നാൽ മതിയോ എന്നറിയില്ല. എന്തായാലും തലപ്പത്തിരിക്കുന്നവർക്ക് സാധാരണക്കാരുടെ വേദന വിഷമോ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. അത് ജനങ്ങൾക്ക് ഒരു വിധത്തിൽ ഉപകാരപ്പെടുന്നില്ല. ഈ തെരുവുനായ കടിച്ചു കൊന്നതിൻ്റെ 100 ഇരട്ടി ജനങ്ങളുടെ കൊല ചെയ്തിട്ടുണ്ട്. അതിനെതിരെ സുപ്രീം കോടതി എന്ത് വിധിയാണ്? അവരെത്ര പേരെ തൂക്കിക്കൊന്നു? അവർ വീണ്ടും വെളിയിലിറങ്ങി വീണ്ടും അവരത് തന്നെയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് വെറുതെ എന്തിനാണ് ഈ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഇവന്മാരെ തീറ്റിപ്പോറ്റുന്നത്? ആ പൈസ നിങ്ങൾ തെരുവ് നായ്കൾക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാനോ ഫുഡ് ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു ഫണ്ടായിട്ട് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ ഒരു നാടിനും വീടിനും ഉപകാരമില്ലാത്ത ഈ ക്രിമിനലുകളെല്ലാം കൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ച് ഇത്രയും വലിയ തുക ചെലവാക്കുന്നത്?
നമ്മുടെ രാജ്യത്തെ നിയമവും വ്യവസ്ഥകളും എല്ലാം മാറേണ്ടിയിരിക്കുന്നു. ഈ ഒരുമാതിരി ഇങ്ങനത്തെ ഓരോ ഉറക്കം തൂങ്ങുന്ന പോലത്തെ വിധികൾ ഇങ്ങനെ വരുന്നത് ജനങ്ങൾക്ക് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ചെയ്യുന്നത്. അത് അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളോട് സുപ്രീം കോടതി അവരുടെ വേദന, അവരുടെ വിഷമം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ തലപ്പത്തിരുന്ന് വിധി മാത്രം പ്രഖ്യാപിച്ചതുകൊണ്ട് ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു നന്മയും ഉണ്ടാവുന്നില്ല, തിന്മ മാത്രമേ ഉണ്ടാവുന്നുവെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.